പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ പരിശുദ്ധ മതേമലായ മധ്യസ്ഥത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം, പ്രാർത്ഥന നിർത്തണോ ഇതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തിയും ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗം മുട്ടിപ്പോയവർ, ജീവിതമാർഗം തീർന്നു പോകാൻ പോകുന്നവർ, ജീവിതമാർഗം പൊളിച്ചു പണിയാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം നീ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. വിവാഹിതരെയും വിവാഹ ജീവിതത്തെ പ്രയാസങ്ങളോട് ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആശീർവദിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഓരോരോ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ ബാധ്യമാണല്ലോ,
മറ്റുള്ളവർ പറയണ രഹസ്യമായിട്ട് പറയണ പോലെ കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടിപ്പ് കൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം, അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവർ, തളർന്നുവാരോഗികളായി കിടക്കുന്ന ആൾക്കാരെ കർത്താവ് സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ഭാഗോടപടി നടക്കാത്ത കുടുംബങ്ങൾ, ഭാഗോടപടി നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദുരിതമനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ സന്ധിക്കുകയും ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പിതാമ്പുത്രനും പരിശുദ്ധാത്മാവും സർവ്വശക്തനായ എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ഒരു വിഷയത്തിന് ഇന്ന പ്രാർത്ഥന, ഇന്ന വിഷയം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. പക്ഷേ വചനം കേൾക്കുന്നതിൻ്റെ പിന്നിലും ഇങ്ങനെ ഒരു ഇക്കോണമി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക, ആത്മീയത, അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള ആധ്യാത്മികത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്നൊക്കെ വലിയ കാര്യമുണ്ട്, അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണമെന്ന് പറയും. അപ്പോൾ എനിക്ക് കാര്യമൊന്നുമില്ല, കാര്യം ഞാൻ റിട്ടയർഡാണ്, എനിക്ക് നല്ല പെൻഷൻ കിട്ടും, എൻ്റെ മക്കളെല്ലാം സെറ്റിൽഡാണ്. അപ്പോൾ അഭിവൃദ്ധിയുടെ ആനുപാതികമായിട്ടായിരിക്കും ആൾക്കാർക്ക് ആധ്യാത്മിക വരുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതെന്ന് പറയണത്, ദൈവ കൃപയുടെ വാതിൽ ഇവർക്കെതിരെ അടയപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് ഇതിൻ്റെ അപ്പുറത്തൊന്നും ഇവരുടെ ഈ നശിച്ചു പോണ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തെ കാണാൻ പറ്റാത്തത് എൻ്റെ കാരണം അതാണ്. പല ആൾക്കാരുടെയും പ്രാർത്ഥനകളുടെ പിന്നിലുള്ളത് തെണ്ടിക്കല്ലേ എന്നുള്ളത് തന്നെയാണ്. എന്താണ്? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിന്നെ പേരകിടാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകളെ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് കുഴപ്പമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞ് ജനിച്ച പിന്നെ നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എല്ലാം നമുക്ക് എങ്ങനെ തലകുത്തി പറഞ്ഞാലും, അതായത് മനുഷ്യൻ പ്രാർത്ഥിക്കണതെല്ലാം അവൻ്റെതായ ദൈവം അവൻ്റെ ഭൗതികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഒരു പരിഹാരകനായിട്ട് മാത്രമാണ് ദൈവത്തെ മനുഷ്യൻ കാണുന്നതും അനുഭവിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അനുഗ്രഹദാതാവായ ദൈവത്തിൽ നിന്ന് മനുഷ്യനൊരിക്കലും ഉയരണമില്ല. അപ്പോൾ അവരുകൊണ്ട് ഈ അധ്വാനിക്കണമെങ്കിലൊക്കെ ഇപ്പം ഈ സാപത്തിനെ കുറിച്ച് ഇസ്രായേൽ പറയുമ്പോൾ അധ്വാനിക്കാതിരിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുമെന്നാണ്. അത് ഇസ്രായേലിൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങൾ മന്ന ശേഖരിക്കാതിരുന്നാൽ മതി, നാളെയുള്ളത് കർത്താവ് അധ്വാനിച്ച് നമുക്ക് വേണ്ടി തന്നോളൂ എന്ന്. അതിനല്ല മോസസ് പറയണത്. ഇപ്പം ഞാൻ പറയാൻ കാരണമേ, നമ്മുടെ ഈ പുറപ്പാടിൻ്റെ പുസ്തകം 16:5 വായിച്ചേ. ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടിയുണ്ടാകും. അപ്പോൾ ദിനം പ്രതി ശേഖരിക്കുന്നത് അവർക്കറിയാം, അവർക്ക് എടുക്കാവുന്നതിൻ്റെ അവരുടെ ആവശ്യത്തിനോട് എടുക്കും. പക്ഷേ പിന്നീട് എന്താ പറഞ്ഞേക്കണത്, നിങ്ങൾ നാളത്തേക്കത് മാറ്റി വെക്കരുത്, അത് നാളെ കർത്താവിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയമാണെന്ന് പറയും. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പിന്നെ കർത്താവാണത് അതിനു വേണ്ടി കോമ്പൻസേറ്റ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ കോമ്പൻസേഷൻ്റെ സമയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഞായറാഴ്ചകളിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സാപത്ത് ഞായറാഴ്ചയല്ല. ഇപ്പോൾ ഞായറാഴ്ച ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ആരും ജോലിക്ക് പോകത്തില്ലായിരുന്നു. ഇപ്പോഴീ കോൺട്രാക്ടർമാരും ജോലി നഷ്ടപ്പെടുന്നുള്ള സമ്മർദ്ദങ്ങളെല്ലാം കാരണം ജനങ്ങൾ ഞായറാഴ്ച കുർബാന പോലും മുടങ്ങാത്ത ചില ആൾക്കാർ ജോലിക്ക് പോകും. അത് ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് ഞായറാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവർ വെള്ളിയാഴ്ച ആണ് അവിടെ ആചരിക്കണത്. അപ്പോൾ വെള്ളിയാഴ്ച അവിടെ കുർബാനയുണ്ട് അപ്പോൾ പക്ഷേ അവർ ഞായറാഴ്ച കുർബാന ഇല്ലല്ല എന്നും പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച പോകത്തുമില്ല.
അതപ്പോൾ ഞായറാഴ്ച കുർബാന ഇല്ലാഞ്ഞ കാരണം അത് അവർക്കൊരു മുട്ടാഴ്ത്തി പറയാൻ വേണ്ടിയുള്ള ഒരു എന്താണ് ഒരു ഉതപ്പായിട്ട് മാറിയിരിക്കുന്ന വിഷയം. അപ്പം ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദൈവത്തെ ഒഴിവാക്കുന്ന വിഷയങ്ങൾ അവർ അതിൻ്റെ ഇപ്പോൾ തുടങ്ങിയല്ലത്, പണ്ട് പോലെ ഉണ്ട്. കർത്താവ് ഒഴിവ് കഴിവിൻ്റെ കാര്യം പറയത്തില്ലേ, ഞാനൊരു ഹെയർ വാങ്ങിച്ചു, അതിനെ പരീക്ഷിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നിലവിഴുന്ന കാട്. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടുള്ള അണ്ണന്മാരുണ്ട്. ഇന്നും ഓരോരോ കാര്യത്തിനും ഒഴിവ് കഴിവ് പറയും. കൊച്ചിന് പാടില്ല, പിന്നെ അപ്പൻ കിടപ്പിലാണ്. എന്നാൽ അപ്പനൊന്നും കിടപ്പിലാണെങ്കിൽ ഇവള് അതിൻ്റെ അകത്ത് നോക്കത്തില്ല. അവൾ ചിലപ്പോൾ വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന് അപ്പനെ വെച്ച് അവൾ ജാക്കിയാക്കിയിട്ട് ജാമ്യം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഈ ജനം പറഞ്ഞിട്ട് കേട്ടില്ല മോശസിനോട്. പുറപ്പാട് 16:19 വായിച്ചേ. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ഇതാ സംഭവം. കുറെ പേര് അനുസരിക്കാതിരിക്കുകയാണ്. നമ്മൾ എന്ത് അത്ഭുതങ്ങൾ അനുദിനം കണ്ടാലും അനുസരിക്കാതിരിക്കുന്ന ആൾക്കാർ അന്നേ ഉണ്ടായിരുന്നു. ഇത് എന്താ വെച്ചാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചോളും, നിങ്ങൾ മൗനമായി ഇരുന്നാലും മതി എന്ന് പറഞ്ഞാലേ മൗനമായി പോയി കലികയെ കുത്തിയിരിക്കണം എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. മാർത്ത നീ അനേക കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഉത്കണ്ഠാകുലരായിരിക്കുന്നു. മറിയം സാപത്ത് ആചരിച്ചെന്നാണ് പറയണേ. എന്നുവെച്ചാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. എന്താ കർത്താവിൻ്റെ കൂടെ ഇരുന്നു. ലൂക്കാ 10:42 ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. അപ്പൊ സാപത്തിന്റെ വിശ്രമങ്ങളും കർത്താവിനെ കൊണ്ട് അധ്വാനിപ്പിക്കാനുള്ള ഒരു ആധ്യാത്മിക തന്ത്രമാണത്, ടെക്നിക്ക്. അത് തന്നെ. പക്ഷേ കർത്താവിന് അതുകൊണ്ടാണ് മോശസും പറയണതേ, പുറപ്പാട് 14:14 എടുക്ക്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ശാന്തരായിരുന്നു വെച്ച് കഴിഞ്ഞാല് വായു വെള്ളവും കൊണ്ടുകൊണ്ടിരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, ശാന്തമാവുക. ഞാൻ ദൈവമാണെന്ന് ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഇത് ലിങ്ക് ചെയ്യാവുന്ന വചനങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പുറപ്പാട് 14:14 അനുസരിച്ചുകൊണ്ട് സങ്കീർത്തനം 46:10 ലിങ്ക് ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ അവിടെ പുറപ്പാട് 14:14 പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തതയായിരുന്നാൽ മതി. അതുതന്നെയാണ് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈ ശാന്തത ഇരിക്കണ വെറുതെ ഇങ്ങനെ വായു വെള്ളവും കൊണ്ട് ശാന്തമായിട്ടിരിക്കണമല്ല, അല്ലെങ്കിൽ പാസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കത്തില്ല. സൈലൻസ് എന്ന് ടീച്ചർ പറയുമ്പോൾ ഉടനെ അങ്ങനെ ഇരിക്കണമല്ല പരിപാടി. ശാന്തമാവുക, ദൈവത്തെ അറിയണ എന്തിനാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദിവസമാണത്. സാപത്ത് എന്തിനുള്ളതാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളാണ്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമാണെന്ന് പറയുമ്പോൾ നമ്മളോട് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന്, ഞാനാണെങ്കിൽ എനിക്ക് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞാണ് പൊതുവെ പറയണത്. പക്ഷേ അത് എൻ്റെ അണ്ടർലൈൻ എന്താണ്? നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്താണ്? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവിതം. അപ്പോൾ അവിടെ അറിവുകളല്ലേ. അപ്പോൾ ശാന്തമായി ഇരുന്ന് എന്താ പറയണത്? ശാന്തമായിരുന്ന് ദൈവത്തെ അറിയുക. എന്തിനാണ് അറിയണത്? ഏകസത്യതയായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. 17:3 എടുത്തേ. യോഹന്നാൻ 17:3 ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഈ ശാന്തമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയെക്കുറിച്ച് അറിയുക എന്നാണ്. നിത്യതയെക്കുറിച്ച് അറിയുക എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുകയാണ്. നിത്യജീവന് വേണ്ടി അറിയുക. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയണ ചില ആൾക്കാർ
അപ്പം തിന്ന് സംതൃപ്തരാകാൻ വേണ്ടി വീട്, കല്യാണം, ജോലി, ജപ്തി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ? നമ്മളും വരും. പക്ഷെ അതല്ല, അതിനെ കൂടെ തന്നെ യേശുക്രിസ്തു യഥാർത്ഥ അറിവ് എന്താണ്? നിത്യതയിലേക്കുള്ള വാതിലാണ്. ഐ ആം ദ ഡോർ. ഈശോ പറയണൊക്കെ എന്ത് രസം കേൾക്കാൻ. ഐ ആം ദ ഡോർ, ഞാനാകുന്നു വാതിൽ. ഐ ആം ദ വേ, ഞാനാകുന്നു ആ വാതിലിലേക്കുള്ള വഴി. ഐ ആം ദ ലൈറ്റ്, ആ വാതിൽ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന നിത്യപ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ നിത്യമായി വിളിച്ചുകൊണ്ടിരിക്കും. ഇത് കാറ്റഗോറിക്കലായിട്ടാണ് ഈശോ ഓരോ കാര്യങ്ങൾ പറയണത്. ഓക്കെ, അപ്പോൾ ഈ ശാന്തതയെന്ന് പറയുമ്പോൾ ഇത് സാപത്താണ് കേട്ടോ. ഇതെല്ലാം കടന്നു വരണത് സാപത്തിൻ്റെ അനുഭവ തലങ്ങളിലേക്കാണ് പോണത്. സാപത്ത് വല്ലാത്തൊരു സാപത്താണ്. യഹൂദിനേക്കാൾ എന്തുമാത്രം ഡെപ്താണെന്നറിയാമോ ക്രിസ്ത്യൻ സാപത്തിന്? അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.